അപ്പൊ നമുക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് അത് ആദ്യമായിട്ടൊന്നുമല്ല, സൈബർ ബുള്ളിങ് വർഷങ്ങളായിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ പല പ്രാവശ്യവും നമ്മൾ അതിനെതിരെ ഒന്നും ഇതുവരെ പോയിട്ടില്ല. കാരണം നമുക്ക് അതിനുള്ള സമയമില്ല. നമ്മള് തിരക്കിന്റെ ഇടയിലൊക്കെ നമ്മള് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാനും കേസുമായിട്ട് നടക്കാനും, അറിയാലോ ഈ പോലീസ് സ്റ്റേഷൻ കാര്യങ്ങൾ കയറി ഇറങ്ങാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് താല്പര്യമില്ലാത്ത കേസാണ്. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം ഒരുപാട് ആൾക്കാർ നമുക്കെതിരെ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, വെറുതെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ കമന്റ് ഇടുന്ന ആൾക്കാര് ഈയിടെയായിട്ട് കുറച്ച് ഓവറാണ്. അതായത് എന്തും പറയാം, എന്ത് തോന്നിയാസവും പറയാം, എന്തും ആരെയും പറയാം, എന്തൊക്കെ വേണമെങ്കിലും പറയാം, മക്കളെയും പറയാം, ഭാര്യമാരെ പറയാം, എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറിയേക്കണേണ് സോഷ്യൽ മീഡിയ കമന്റോളികൾ. അത്ര അതമ്പതിച്ചിരിക്കണേ. പക്ഷെ അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിട്ടുകളയാൻ താല്പര്യമില്ല. അപ്പൊ ഈ പ്രാവശ്യം എല്ലാരും ചെയ്തതിൽ വെച്ച് ഞങ്ങളൊരു 3 പേർക്കാണ് നറുക്കെടുത്ത് ഞങ്ങള് റെഡി. ആ ലക്കി ആൾക്കാര് 3 പേരാണ്. ആ 3 പേര്, ഒന്ന് നമ്മുടെ ഷഫീന ബീവി, അറിയാലോ ഷഫീന ബീവിയുടെ പേര് പോലും ഇന്നവരെ ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടില്ല, എന്റെ നാവാലെ പറയാൻ ആഗ്രഹിച്ചിട്ടില്ല. അത്ര എനിക്ക് താല്പര്യമില്ലാത്തൊരു സ്ത്രീയാണ്. അത് അത്ര എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അവരെ കാണാൻ പോലും ഇഷ്ടമല്ല. അതെ. അപ്പൊ പക്ഷെ എന്റെ ഭാവമുണ്ട് അത് പറയേണ്ടി വന്നു, കാരണം നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി. ഒന്ന്, ഷഫീന ബീവിക്കെതിരെയാണ് കേസ് ഞാൻ ഫയൽ ചെയ്യണത്. കാരണം ഷഫീന ബീവി കുറെ ഓവറാണുണ്ട്. ഷഫീന ബീവിക്ക് എത്ര അധികം കേസ് വന്നാലും നാട്ടുകാര് വളഞ്ഞുകൂടി ആക്രമിച്ചാലും പല വീഡിയോസ് അങ്ങനത്തെ വന്നിട്ടുള്ളതാണ്, ഞാൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും പുള്ളിക്കാരത്തേക്ക് ഒരു കുലുക്കുമില്ല. എന്നാൽ പോലും ഇതും വലിയ കുലുക്കം ഉണ്ടാകില്ലായിരിക്കാം. എന്നാൽ പോലും എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യം, ഞാൻ ഷഫീന ബീവിക്കെതിരെയും ഒരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ഒന്ന് തുറന്നു കാണിച്ച് ജസ്റ്റ് എടുത്തു തരാം. ഇത് ഷഫീന ബീവിക്കെതിരെയുള്ള ഇതാണ്, കംപ്ലൈന്റ് ആണ്. അല്ല, അതിന്റെ സൈനും കാര്യങ്ങളുണ്ട്. ഷഫീന ബീവി ഇട്ടിട്ടുള്ള വീഡിയോയുടെ തമ്മിൽ ക്യാപ്ഷൻസ്, ഷഫീന ബീവിയുടെ ചാനല്, അതിന്റെ അകത്തിട്ട വീഡിയോ, അതിന്റെ അകത്തുള്ള കമന്റുകള്. അപ്പൊ ഷഫീന ബീവിയുടെ ചാനലിന്റെ മെയിൻ പേജ്. അപ്പൊ ഷഫീന ബീവിക്ക് നമ്മൾ കൊടുക്കുന്നത് തൊട്ടടുത്തുള്ള തടിയിട്ടപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലാണ് ഒരു പരാതി, ഒന്ന് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ്. അപ്പൊ 2 എണ്ണമാണ് ഷഫീന ബീവിക്ക് 2 സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഭാഗ്യശാലി ഷഫീന ബീവിയാണ്. ഷഫീന ബീവി, കൺഗ്രാജുലേഷൻ. അപ്പൊ ഇത് തടിയിട്ടപ്പുറം പോലീസ് സ്റ്റേഷനിൽ. ഓക്കെ. അപ്പൊ 2 സ്ഥലത്ത് കൊടുക്കാനുള്ളത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പുതിയൊരു ചാനലാണ്. അത് നമ്മുടെ വീഡിയോ സുഹാനക്കെതിരെ, അതായത് സുഹാനയുടെ വ്ളോഗ് ചെയ്ത ആ വ്ളോഗ് എടുത്ത് കാണിച്ചിട്ട് സൈഡിൽ ഇങ്ങനെ സുഹാന ആത്മകഥം പറയണ പോലെ എഴുതി കാണിച്ച്, അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് കമന്റോളികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഭയങ്കര റീച്ചായി. ജൂലൈ, ഞാൻ ഇതിന്റെ ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവുന്നല്ലോ, ഒരു മിനിറ്റ്, അവർ പബ്ലിഷ് ചെയ്തത് ജൂലൈ 30-നാണ് വീഡിയോ പബ്ലിഷ് ചെയ്തത്. ഇപ്പോഴും 1000 ചില്ലാണ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ആ വീഡിയോ കയറിയിട്ട് സുഹാനേനെ ഇങ്ങനെ ഇതാക്കിയ വീഡിയോ കയറിയിട്ട് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു മഹാത്മാവിനെ നമ്മള് ഇതേപോലെ സെലക്ട് ചെയ്യുന്നത്. തുറന്നു കാണിച്ച് ഓപ്പൺ ചെയ്ത്. അപ്പൊ 2ാമത്തെ ഭാഗ്യവാൻ പുള്ളിക്കാരനാണ്. റിയാക്ടിങ് കേരള എന്നാണ് ചാനലിന്റെ പേര്. അതിന്റെ മെയിൻ പേജ് ഉണ്ട്. സുഹാനയുടെ സുഹാന എന്താ അണ്ടി പോയ അണ്ണാനെ പോയ, അങ്ങനെ പലതും പലണ്ട്. അതിന്റെ ഇടയിൽ കമന്റോളികൾ വരാം, അതിനുള്ള സമയമുണ്ട്. എനിക്ക് ഇത് കാണിച്ച ചാനലിന്റെ പേജ് കാണിച്ച്, നമ്മളിങ്ങനെ ഒരു ചാനലിനെ ഒന്ന് എടുത്തു പറയാനും അങ്ങനെ പ്രൊമോട്ട് ചെയ്യാനും നിൽക്കാത്ത ആൾക്കാരാണ്. ഇത് കണ്ടില്ലേ? അപ്പൊ ക്രിയേറ്റഡ് ബൈ ഷഫീഖ് തിരൂർ എന്നാണ്. ഷഫീഖ് തിരൂർ, കൺഗ്രാജുലേഷൻ. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേക്കാം. അപ്പൊ ഷഫീഖ് തിരൂരിനും നമ്മൾ ഇതുപോലെ സൈബർ ക്രൈമിലും നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. അടുത്തുള്ള തടിയിട്ടപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലും കംപ്ലൈന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഷഫീഖ് തിരൂര് ആദ്യമായിട്ട് പുതിയതായിട്ട് തുടങ്ങിയ ചാനൽ ഇത് നല്ലൊരു തുടക്കമായിരിക്കട്ടെ. എന്തായാലും ഇങ്ങനത്തെ ഒരു ചാനൽ എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവെ നാട്ടുകാരെ മൊത്തം കുറ്റം പറയാ, ബാക്കിയുള്ളവർ അനാവശ്യം പറയുക, ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അതാണ്, അതായത് 1340 സബ്സ്ക്രൈബേഴ്സ്, 259 വീഡിയോ ഇട്ടയില് സുഹാനയുടെ വീഡിയോ കയറി കൊളത്തി. അപ്പൊ ഷഫീഖ് ആ ഭാഗ്യശാലിനെ നമുക്കൊന്ന് കാണാനുണ്ട്. അപ്പൊ ആ ഭാഗ്യശാലിയാണ് 2ാമത്തത്. പിന്നെ
മൂന്നാമത് വലിയൊരു മഹാനുണ്ട്. മൂന്നാമത്തത് അതുൽ വ്ളോഗ്സ്. അതുൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞ മഹാന്റെ വീഡിയോ പല ആൾക്കാരെയും വളരെ മ്ലേച്ഛമായ രീതിയിലും വളരെ തെറിയോ അനാവശ്യം വൃത്തികേടുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത്. അപ്പൊ അങ്ങനെ അങ്ങോട്ട് നമുക്ക് വിട്ടുകളയാൻ താല്പര്യമില്ല അതുലെ. അപ്പൊ അതിലെ എന്നെയോ എന്റെ ഫാമിലിനെയോ ആരെയോ അറിയില്ല, ഈ പറയുന്ന ആർക്കും അറിയില്ല. പക്ഷെ വായി തോന്നിയത് എന്തും വിളിച്ചു പറയാന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അത് വേണ്ട പോലെ. അപ്പൊ നമുക്ക് അതിനെതിരെയുള്ളത് എടുത്ത് അത് സുഹാനയുണ്ട്. അതിനെതിരെ സുഹാനയാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത്. കാരണം അതുലിന്റെ ആ തന്നയിലൊക്കെ, അതായത് വായിച്ച് ആ തന്നയിലൊന്ന് കാണിച്ചു കൊടുത്തേ. ബഷീർ തന്റെ ആദ്യ ഭാര്യ സുഹാനയെ തിരിഞ്ഞു നോക്കുന്നില്ല, ക്വസ്റ്റ്യൻമാർക്ക് ഭാര്യ രംഗത്ത്. ഇല്ലാത്തൊരു കാര്യമാണ് നിന്റെ തന്നയിലും ഇല്ലാത്തൊരു കാര്യമാണ് നിന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞതും കാര്യങ്ങളൊക്കെ. അപ്പൊ മോനെ അതിന് സുഹാന തന്നെ കംപ്ലൈന്റ് കൊടുക്കണമായിരിക്കും അതിന് ഉത്തമം. അപ്പൊ അതിൽ വ്ളോഗിന്റെ അതിന്റെ കമന്റ് സെക്ഷൻ ബാക്കി അവന്റെ ചാനൽ കാണിച്ച്, അവന്റെ ചാനൽ. അപ്പൊ അതിൽ വ്ളോഗ് കൺഗ്രാറ്റുലേഷൻ, നിനക്കും നല്ലൊരു ഭാവിയുണ്ട്. കുറച്ചധികം നിനക്കൊക്കെയുള്ള എതിരെയുള്ള കേസൊക്കെ ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുകളെന്നൊന്നും വിചാരിക്കണ്ട. നല്ലോണം പാടുപെടുത്തും ഞാൻ ഇതിന്റെ ഏതൊക്കെ അറ്റം വരെ പോകാൻ പറ്റുമോ അങ്ങേറ്റം. നിങ്ങൾക്കൊരു ചിന്തയുണ്ട്, ഈ ഒരു 100 ആൾക്കെതിരെ വീഡിയോ ഇടുമ്പോ ഈ 100 ആൾക്കാരും പ്രതികരിക്കാതെ ഇരിക്കുമ്പോ നിങ്ങളുടെ വിചാരം ഇനി ഏതാൾക്കാരെ എന്ത് വേണമെങ്കിലും എന്ത് തോന്നിയാസം വേണമെങ്കിലും പറയാന്നുള്ളൊരു ചിന്തയുണ്ട് മോനെ. അത് വേണ്ടട്ടാ. അത് ചിലപ്പോ ആ 100-ൽ ഒരാൾ പ്രതികരിക്കും, ആ ഒരാളായിട്ട് കണ്ടാൽ മതി എന്നെ, മനസ്സിലായോ? അപ്പൊ ഇതൊരു നല്ലൊരു 1.5-8 പണിയായിരിക്കും. അപ്പൊ നമുക്കപ്പോ ഈ കേസുമായിട്ട് ഇതെല്ലാം ഫയൽ ചെയ്യാൻ വേണ്ടി നമുക്ക് നേരെ സൈബർ സെല്ലിലും പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ പോയി എല്ലാം സബ്മിറ്റ് ചെയ്ത് നമുക്ക് അതിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇന്നത്തെ സത്യം